ഹലോ, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരുങ്ങിയിട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം നമ്മൾ ഒരാഴ്ചത്തെ സുഖവിശ്രമത്തിനായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ ഇരിക്കുമല്ലേ നമ്മൾ പണിയൊന്നും എടുക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അതുപോലെ ഞാനും ഒരാഴ്ചത്തേക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കുറേ നാളായി കൂടാനെല്ലാം പോയിട്ട്. അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, കാണണം മോളെ കാണണം എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മയും. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡിലെത്തി നമ്മൾ ബസ്സിൽ ആദ്യം നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് കയറണം. പിന്നെ അവിടെ നിന്ന് ചാലോട് ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബസ്സിൽ പോകാനുണ്ട് കേട്ടോ. 3 ബസ്സിൽ കയറണം. അപ്പം നമ്മൾ അവിടെ നിന്ന് ചാലോട് നിന്ന് ബസ് കിട്ടിയ സ്റ്റേറ്റ് ബസ്സാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ ബസ്സൊന്നും നോക്കിയിട്ടില്ല, വേഗം എത്തുമല്ലോ എന്ന് കരുതിയിട്ട് വേഗം കിട്ടിയ ബസ്സിന് തന്നെ കയറി പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാലുള്ള ഇടങ്ങാറ് എന്ന് പറയാനുള്ളത്, ഈ കച്ചവടക്കാർ വന്നിട്ട് പേന, പെൻസിൽ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള നാരങ്ങ മിഠായി, പുറമാന്തുന്ന സാധനം, അങ്ങനത്തെ സാധനമെല്ലാം കൊണ്ട് കയറും. അപ്പോൾ ഇതെടുക്ക് അതെടുക്ക് എന്നും പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അത് വേണം ഇത് വേണമെന്ന് പറയുമല്ലോ. ഞാൻ സാധാരണ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയാടി ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കൂടെ നാരങ്ങ മുട്ടായെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ KSRTC ആയതുകൊണ്ട് തന്നെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഇരട്ടിപ്പാലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് തന്നെ നമ്മളെ ഇരട്ടിപ്പാലം, പഴയ പാലാണ് കേട്ടോ. അപ്പോൾ ആ പാലത്ത് കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുലുങ്ങുന്ന പോലെയെല്ലാം തോന്നിയിട്ടുണ്ട് കേട്ടോ. പഠിക്കുന്ന കാലത്താണ് ആ പാലത്ത് കൂടെയെല്ലാം നടന്നു പോയിട്ടുള്ളത്. ഇപ്പം അങ്ങനെ പോക്കൊന്നുമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം പോക്കില്ല കേട്ടോ. ഇപ്പുറത്തത് പുതിയ പാലാണ്. അപ്പോൾ ഈ KSRTCയിൽ കയറിയപ്പോൾ ഞാൻ അങ്ങത്തോളം വീഡിയോയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര സ്പീഡ് ചെയ്യുന്നു. അപ്പോൾ ഉരുണ്ട് വീഴുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴും ആ വീഡിയോ എടുക്കലെല്ലാം നിർത്തി. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറിയിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നേരെ പോയത് അച്ഛൻ്റെ പീടികയിലേക്കാണ്. അപ്പോൾ അച്ഛൻ്റെ പീടികയിലെത്തി അച്ഛൻ തെച്ചൂസിനെ കുറച്ച് സമയം എടുക്കുകയെല്ലാം ചെയ്ത് അവർ കുറച്ച് മാസമായി കണ്ടിട്ട്. അപ്പോൾ അതിൻ്റേതായ ഇതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പീടികയിൽ നിന്ന് ചോറെല്ലാം തിന്ന്. അപ്പോൾ അച്ഛന് ചെറിയൊരു ചായക്കടയാണ്. അതുപോലെ തന്നെ പണിക്കാരെല്ലാം സമയത്താണെങ്കിൽ ചോറും അതുപോലെ തന്നെ കഞ്ഞിയെല്ലാം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പീടികയിൽ വന്നിട്ട് 10 മണീൻ്റെ കഞ്ഞി കുടിക്കുന്നതും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ചോറ് തിന്നുകയെന്നെല്ലാം പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കടയിൽ നിന്ന് ചോറെല്ലാം തിന്ന് അങ്ങനെ പുറകു വശമാണ് കേട്ടോ. പുറകിലാണ് കിണറെല്ലാം ഉള്ളത്. കാറ്റായതുകൊണ്ട് തന്നെ നല്ല കിണറിൻ്റെ വലയിലെല്ലാം നല്ല ചപ്പെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ കൂടെയെല്ലാം, പുറകെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ ഇത് അടക്കേൻ്റെ മരവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറകിലെല്ലാം വന്ന് തെച്ചൂസിന് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുപ്പായ ഊരിയിട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ തന്നെ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ തോട്, നമ്മൾ തോടുന്ന കേട്ടോ പറയുക. അപ്പോൾ തോടെല്ലാം ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ മുന്നിലുണ്ട് ചെറിയൊരു തോട്. അപ്പോൾ അതെല്ലാം ഞാനിനി വഴിയെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീടെത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയൊരു വഴിയിൽ കൂടെ വേണം കേട്ടോ പോകാൻ വേണ്ടി. അപ്പോൾ അതാണ് വീട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ